ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ചെറിയ ഖത്തർ വ്ളോഗാണ്. ഞാൻ നാട്ടിൽ നിന്ന് വിയന്നയ്ക്ക് റിട്ടേൺ പോകുന്ന സമയത്ത് ഖത്തറിൽ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നാട്ടിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ലേവർ ടൈം കൂടുതലാണെങ്കിൽ, അതായത് 8 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ നമുക്ക് ലേവർ ടൈമിംഗ് ഉണ്ടെങ്കിൽ ഖത്തർ എയർവേസ് ത്രൂ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഖത്തർ എയർവേസ് തന്നെ നമുക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ ഖത്തറിൽ ലാൻഡ് ചെയ്ത് വിത്തിൻ 2 hours എനിക്ക് ഓണർ റെയിൽ വിസ കിട്ടി. അപ്പോൾ എനിക്ക് 5 daysനാണ് വിസ കിട്ടിയിരുന്നത്. നമുക്ക് സിറ്റി ഹോട്ടലിലായിരിക്കും അക്കോമഡേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ നമുക്കെല്ലാം സ്മൂത്താണ്. ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നില്ല, കാരണം നമ്മൾ ടിക്കറ്റിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എന്നെ പിക്കപ്പ് ചെയ്തത് ഹോട്ടലിലത്തെ ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഹോട്ടൽ ബസ്സസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നമ്മൾ വെയിറ്റ് ചെയ്താൽ അവർ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഹോട്ടലിനനുസരിച്ചിട്ട് ഓരോ സ്റ്റാഫുകളുണ്ടാവും, അവരായിരിക്കും നമ്മളെ പിക്കപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ നമ്മൾക്ക് ഡിന്നർ കഴിക്കാനാണ് പറഞ്ഞയച്ചത്. ഈ കാണുന്ന എന്തും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഈ ബൊഫയിലുള്ള ഏത് ഐറ്റംസും നമുക്ക് കഴിക്കാം. അപ്പോൾ എനിക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതാണ് കഴിച്ചത്. ഇതുകൂടാതെ നമുക്ക് ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റും, പക്ഷെ നമ്മൾക്ക് വേണ്ടത് മാത്രം എടുക്കുക എന്നവർ പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനെല്ലാം ഓരോന്ന് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം രാത്രി എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയിരുന്നില്ല. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നല്ല അടിപൊളി ഹോട്ടലായിരുന്നു. എൻ്റെ റൂം ഐ ഡോണ്ട് റിമെമ്പർ ഏത് ഫ്ലോറിലായിരുന്നു എന്ന്, പക്ഷെ എൻ്റെ ഓർമ്മയിൽ 6th floor ആയിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം റൂം നമ്പർ 614 ആയിരുന്നു. ഇതാണ് എൻ്റെ റൂം. ഒരു സിംഗിൾ റൂമായിരുന്നു. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ഒരു രാത്രി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയ നല്ലൊരു സൗകര്യമുള്ള റൂം തന്നെയായിരുന്നു. വേർത്തായിരുന്നു, കാരണം ഫ്ലൈറ്റ് ടിക്കറ്റും ചീപ്പറായിരുന്നു. കൊച്ചിയിൽ നിന്ന് ഞാൻ സാധാ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഹൈദരാബാദിലേക്ക് ബുക്ക് ചെയ്തിട്ട് ഹൈദരാബാദിൽ നിന്ന് ആണ് ഞാൻ വിയന്നയ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ് എനിക്ക് ഖത്തറിൽ ലേ ഓവർ ഉണ്ടായത്, ദോഹയിൽ ലേ ഓവർ ഉണ്ടായിരുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടിക്കറ്റ് കൺഫേം ആവുന്ന സെയിം ഡേ തന്നെ ട്രാൻസിറ്റ് അക്കോമഡേഷൻ ഖത്തർ എയർവേസിൻ്റെ വെബ്സൈറ്റ് ത്രൂ റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇമെയിൽ വരും. ആ ഇമെയിലിൽ നമ്മളുടെ വൗച്ചർ ഉണ്ടാവും. നമ്മൾ ദോഹ എയർപോർട്ടിൽ എത്തുമ്പോൾ വിത്തിൻ 2 hours ട്രാൻസ്ഫർ ഡെസ്കിൽ പോയിട്ട് ഈ ഒരു ഇമെയിലും നമ്മുടെ പാസ്പോർട്ടും പിന്നെ നമ്മളുടെ RP കാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ അവർ വെരിഫൈ ചെയ്യും. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് അവർ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ നമുക്ക് ഡോക്യുമെൻ്റ് സെറ്റ് ചെയ്ത് തരും. നമ്മുടെ ഹോട്ടൽ ഏതാണ്, നമ്മളുടെ പർപ്പസ് ഓഫ് സ്റ്റേ, എത്ര ഡേയ്സാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഓൾസോ നമ്മളുടെ അലവൻസ് എത്ര ഖത്തർ റിയാൽസ് ആണ് നമ്മളുടെ ഈ ഒരു ഫുഡ് കാര്യങ്ങൾക്കൊക്കെ വരുന്നത് എന്നൊക്കെ ഉള്ളൊരു കൂപ്പൺ പോലെ നമുക്ക് ഇതെല്ലാം ഇതിലുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇമിഗ്രേഷൻ കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ വിസ അടിച്ച് കിട്ടും. ആൻഡ് ദെൻ നമ്മൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഹോട്ടൽ ഏതാണോ അവിടുത്തെ ഹോട്ടലിൻ്റെ ഏജൻറ്റ് നമ്മളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ റിലേറ്റീവ്സോ ആരെങ്കിലോ ഫ്രണ്ട്സോ ഒക്കെ ഖത്തറിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഖത്തർ കാണാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ ട്രാവൽ പാക്കേജസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് സെൽഫായിട്ട് തന്നെ ട്രാവൽ ചെയ്യണമെങ്കിലും അവിടെ മെട്രോ കാർഡൊക്കെ ചീപ്പറാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് എങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ച് ഖത്തർ റിയാൽസ് കരുതണത് നല്ലതായിരിക്കും. പിന്നെ മെയിനായിട്ട് നമുക്കൊരു ട്രാവൽ അഡാപ്റ്റർ വേണം. എൻ്റെ കയ്യിൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടുപോയിരുന്നു. എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു. ഹോട്ടലിൽ എത്തിയിട്ടാണ് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റിയത്. പിക്കപ്പ് മാത്രമായിരുന്നില്ല, ഡ്രോപ്പും അവർ തന്നെയായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒരു 3 hours മുമ്പേ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ദോഹ വിശേഷങ്ങൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഖത്തർ എയർവേസ് ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് ഫ്ലൈറ്റാണ്. നമുക്ക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ലഗേജും അതുപോലെ തന്നെ
കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഖത്തർ എയർവേസിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ അടിപൊളിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. നല്ലൊരു സർവീസ് ആയിരുന്നു ഖത്തർ എയർവേസിൻ്റെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.